ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പങ്കുവയ്ക്കാനുള്ളത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ആശങ്ക ജനിപ്പിക്കുന്ന കൂടിയാണ്. കാരണം ഈ മഞ്ഞപ്പിത്ത ഭീതി പ്രത്യേകിച്ച് ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ ഒഴിയുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ ഹെപ്പറ്റൈറ്റിസ് ബി വിഭാഗത്തിലുള്ള മഞ്ഞപ്പിത്തം അതിൻ്റെ വ്യാപനം കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉറവിടം കണ്ടെത്തിയേ മതിയാവും. കാരണം സ്രോതസ്സ് കണ്ടെത്തിയാൽ മാത്രമേ ഇത് ഇരിക്കാനുള്ള മാർഗങ്ങൾ എടുക്കാനും കഴിയൂ. പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലകൾ കടുത്ത ആശങ്കയിൽ തന്നെയാണ്. ഹെപ്പറ്റൈറ്റിസ് ബി വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്ത വ്യാപനം തന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പെരുമ്പാവൂർ, അതോടൊപ്പം തന്നെ കോതമംഗലം, മറ്റ് മൂവാറ്റുപുഴ മേഖലകളിലാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി വിഭാഗത്തിലുള്ള മഞ്ഞപ്പിത്ത വ്യാപനം വലിയ രീതിയിൽ ഉയർന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം ഏകദേശം 100 കണക്കിന് പേരാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി വിഭാഗത്തിലുള്ള മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുള്ളത്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് രക്തത്തിലൂടെ പകരുന്നതാണ്. ഈ എ വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞപ്പിത്തമാണ് ജലജന്യ രോഗമായിട്ട് കണക്കാക്കുന്നത്. ഈ രക്തത്തിലൂടെ പകരുന്ന ഈ ഹെപ്പറ്റൈറ്റിസ് ബി വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞപ്പിത്തം അത് വലിയ രീതിയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ സ്രോതസ് അല്ലെങ്കിൽ ഉറവിടം ഇതുവരെ കണ്ടെത്തുവാനായിട്ട് ആരോഗ്യ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ആ ഉറവിടം ഇതുവരെ ആരോഗ്യ വിഭാഗത്തിന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, ഈ വേങ്ങൂർ പഞ്ചായത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലുള്ള മഞ്ഞപ്പിത്തം വ്യാപിച്ചിട്ട് ഏകദേശം 2 മാസം പിന്നിടുകയാണ്. ഏപ്രിൽ 17-നാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലുള്ള മഞ്ഞപ്പിത്തം വേങ്ങൂർ പഞ്ചായത്തിൽ സ്ഥിരീകരിച്ചത്. പക്ഷെ അവിടെ ഇപ്പോഴും പലരും ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പലർക്കും ഗുരുതരമായിട്ട് ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്ത പലരും രോഗം ഭേദമാകാതെ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അവിടെ ഈ വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം വ്യാപിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ജല അതോറിറ്റി നൽകിയ ശുചീകരിക്കാത്ത വെള്ളം അത് ഉപയോഗിച്ചതിലൂടെയായിരുന്നു. അതിൽ ജല അതോറിറ്റിയുടെ കടുത്ത അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അനാസ്ഥ സർക്കാരിന് അല്ലെങ്കിൽ ഒരു അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അനാസ്ഥയുടെ കാരണത്താലാണ് ഇത്തരത്തിൽ 100 കണക്കിന് പേർ, ഏകദേശം 200-ലധികം പേരാണ് വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധ സ്ഥിരീകരിച്ച് ചികിത്സ തേടിയത്. ഇതിൽ പലരും ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ ദിവസങ്ങൾ, ഏകദേശം 50 ദിവസങ്ങളിലധികം കഴിയേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ സഹായം ഇവർക്കാർക്കും നൽകുവാനായിട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായില്ല. പഞ്ചായത്ത് അധികൃതർ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ട് പോലും ഇതിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ശരി.